ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു യെല്ലോ ചലഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഫ്രീ ഫയറിലെ എല്ലാ സാധനങ്ങളും യെല്ലോ ആക്കും, എന്നിട്ട് നമ്മൾ ലോങ് വുൾഫ് കളിക്കുന്നതായിരിക്കും. ഇതെല്ലാവർക്കും അറിയായിരിക്കും. അതുകൊണ്ട് ഞാൻ അറിയാത്തവർക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ യെല്ലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ സൈഡിലത്തെ ബോഡിയിലത്തെ ഗണ്ണും കാര്യങ്ങളും ഒരു യെല്ലോ തീമിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. നമ്മുടെ ട്രക്കായാലും നമ്മൾ ആ ഒരു യെല്ലോ ഇതിലാണ് ഗൈസ് നമ്മൾ വെച്ചേക്കുന്നത്. അവതാറും ബാനറും യെല്ലോ നമ്മുടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അവതാറും ബാനറും വയ്ക്കാൻ പറ്റാതിരുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഗൺ സ്കിൻസും കാര്യങ്ങളൊക്കെ യെല്ലോ ആക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഗൈസ്, ഫുൾ സപ്പോർട്ട് തരിക. അപ്പോൾ ഗൈസ് നമുക്ക് ഗൺ സ്കിൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിലോട്ട് പോകാം ഗൈസ്. നമ്മുടെ M4A1 ഇതൊരു ഗോൾഡൻ ഇത് വരുന്നുണ്ടെങ്കിലും നമുക്കിത് വെക്കാൻ കാരണം വേറെ ഇല്ല നമ്മുടെ കയ്യിൽ. ഗോൾഡ് അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും ഗൈസ്. പിന്നെ നമ്മുടെ ഇതിൽ നമുക്ക് ഇവിടെ ചെറിയൊരു മഞ്ഞ കാണുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അത് വെക്കാം. ഇതെല്ലാം നമുക്ക് ചെറിയ മഞ്ഞ പോലും ഇല്ലെങ്കിൽ നമുക്ക് ഡിഫോൾട്ട് സ്കിൻ യൂസ് ചെയ്യേണ്ടി വരും ഗൈസ്. നമുക്ക് ഗ്രോസയ്ക്ക് സ്കിന്നൊന്നുമില്ല, അപ്പോൾ ഗ്രോസ് നമ്മൾ ഡിഫോൾട്ട് ആക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് സ്കാറിനും അങ്ങനെ സ്കിന്നൊന്നും വരുന്നില്ല. ഗ്രോസയ്ക്കും ഗൈസ് അതുപോലെ മുമ്പ് പറഞ്ഞ പോലെ സ്കിന്നൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ ഡിഫോൾട്ടാണ് ഇടുന്നത്. പിന്നെ നോക്കണമെങ്കിൽ നമ്മുടെ ഫമാസ് ഗൈസ്, ഫമാസിനൊരു യെല്ലോ വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ അതിട്ടിട്ടുണ്ട്. എക്സമേറ്റിനൊരു യെല്ലോ ആണ് എടുക്കുന്നത് ഗൈസ്. ഇനി നമ്മൾ M94 നോക്കുകയാണെങ്കിൽ ഒരു മഞ്ഞ എടുക്കുന്നുണ്ട്, അത് എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലാസ്മയ്ക്ക് നമുക്ക് സ്കിന്നൊന്നും ഇല്ല, പിന്നെ AUGക്കും ഇല്ല, അത് നമ്മൾ ഡിഫോൾട്ടാക്കി. പാരഫിലിന് ചെറിയൊരു മഞ്ഞയുണ്ട്, അതുകൊണ്ട് നമ്മൾ അത് എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. കിങ് ഫിഷറിന് അതുപോലെ ഒരു മഞ്ഞയുണ്ട്. G36 നമുക്ക് സ്കിന്നില്ല. നമ്മുടെ ഗൈസ് ഇതൊരു മഞ്ഞ നമ്മൾ എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു മഞ്ഞയാണ്. പിന്നെ നമ്മുടെ SKSൽ ചെറിയൊരു മഞ്ഞീഷൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അത് എക്യൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കേസ് നമ്മുടെ അടുത്ത കണ്ണ് വുഡ്പക്കർ കേസ്, വുഡ്പക്കറല്ലോ SVDക്ക് ചെറിയൊരു മഞ്ഞ സ്കിന്നാണ്, എന്നാലും നമ്മൾ ഡിഫോൾട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. വുഡ്പക്കറിന് ഇതൊരു മഞ്ഞയാണ് കേസ്, അപ്പോൾ നമ്മൾ ഇത് എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മഞ്ഞയായിട്ട് തോന്നിക്കുന്നുണ്ട് ഇത്, അപ്പോൾ നമ്മൾ ഇത് എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ AC8 ഒരു മഞ്ഞ കളറുണ്ട്, പക്ഷേ ഇതൊരു ഗോൾഡൻ ആയതുകൊണ്ട് നമ്മൾ മറ്റേത് തന്നെ ഇടാൻ പോവാണ്. മറ്റേതല്ല, കുറച്ചും കൂടെ ഒറിജിനലായിട്ട് തോന്നിക്കുന്ന മറ്റേ സ്കിന്നാണ്, അപ്പോൾ നമ്മൾ അതാണ് എക്യൂപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത് എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സ്കിന്നൊന്നും വലിയ ഇതായിട്ട് നമ്മൾ കൂട്ടുന്നില്ല, ഇതിന് സ്കിന്നൊന്നുമില്ല, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡിഫോൾട്ട് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ക്രോഡിൻ സ്കിന്നില്ല, അതെല്ലാം നമ്മളപ്പോൾ ഡിഫോൾട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ SMGയിലോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ UMP നോക്കുകയാണെങ്കിൽ ഈ ഒരു UMP നമ്മൾ ഇട്ടിട്ടുണ്ട്, ക്രാഫ്റ്റ് ലാൻഡിൽ കിട്ടുന്ന. നമ്മൾ മറ്റേ ഇതാണ് എക്യൂപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ MP5 നോക്കുകയാണെങ്കിൽ രണ്ടും മഞ്ഞുണ്ട്, പക്ഷേ നമ്മൾ ഇട്ടേക്കുന്ന ഈ മഞ്ഞാണ്. നമ്മുടെ VSSന് സ്കിന്നൊന്നുമില്ല, MB40ക്കും VSSന് സ്കിന്നില്ല, അപ്പം നമ്മൾ ഡിഫോൾട്ട് ആക്കിയിട്ടുണ്ട്. ഇനി MB40ക്ക് ഇതൊരു മഞ്ഞ കളറ് അവിടെ ഇവിടെ ആയിട്ടുണ്ട് കേസ്, അപ്പോൾ നമ്മൾ ഇത് എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ P90ക്ക് ഇതൊരു മഞ്ഞ സ്കിന്നാണ്, ഇത് നമ്മൾ എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തോംസൺ നോക്കുവാണെങ്കിൽ തോംസൺ അതുപോലെ സ്കിന്നും അതൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ ഡിഫോൾട്ട് ആക്കാൻ പോവാണ്. ഇതൊരു ചെറിയ മഞ്ഞത്ത് ഇതൊരു ഓറഞ്ച് കളറാണ് ഗേസ്, നമ്മളത് എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. തോംസൺ മാക്ടന് സ്കിന്നില്ല, ബൈസൺ ഇല്ല, പിന്നെ ഇത് ബാക്കായി പോവാണ് ഗേസ്. M10 നമുക്കതുപോലെ സ്കിന്ന് ഇതൊരു മഞ്ഞയാണ് ഗേസ്, അത് വെച്ചിട്ടുണ്ട്. സ്പാസയ്ക്ക് അതുപോലെ തന്നെ ഇത് ഡൗൺലോഡ് അല്ലെന്ന് ഗേസ്, മഞ്ഞയുണ്ട്, മഞ്ഞ എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. M80ക്ക് അതുപോലെ സ്കിന്നൊന്നുമില്ല, നമ്മുടെ മാഗിന് അതുപോലെ സ്കിന്നൊന്നുമില്ല, അത് ഡിഫോൾട്ട് ആക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ ചാർജ് ബസ്റ്ററിന് ചെറിയൊരു മഞ്ഞ സൈഡിലായിട്ടുണ്ട് ഗേസ്, അതുകൊണ്ട് നമ്മൾ അത് എക്യൂപ്പ് ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷേ എക്യൂപ്പ് ചെയ്തില്ല, നമ്മൾ ഡിഫോൾട്ട് ആക്കിയിട്ടുണ്ട്. നമുക്കിതിനൊന്നും സ്കിൻസ് വന്നിട്ടില്ല. AWത്തിൽ നമ്മളിൽ മഞ്ഞ സ്കിന്നൊന്നുമില്ല, അപ്പോൾ നമ്മൾ ഡിഫോൾട്ട് ആക്കിയിട്ടിട്ടുണ്ട്. കാരണം എനിക്ക് ചെറിയൊരു മഞ്ഞീഷ് ഇവിടെ തോന്നുന്നുണ്ട് ഗൈസ്, ചെറിയൊരു മഞ്ഞൊക്കെ കാണുന്നുണ്ട്, അത് നമ്മൾ എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ M2B ഒരു മഞ്ഞയിലാണ് കിടക്കുന്നത്. നമ്മുടെ ഈ ഒരു ഗണ്ണ്
ഗൈസ് ഒരു മഞ്ഞ ഫസ്റ്റ് തന്നെ നമ്മുടെ വെപ്പൺ റോയലിൽ വന്ന സ്കിന്ന് നമ്മൾ എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഹീൽ സ്നൈപ്പർ, അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, അത് നമ്മൾ ഡിഫോൾട്ട് ആക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഗണ്ണ് ഇതിനൊന്നുമില്ല, അപ്പോൾ നമ്മൾ അതും ഡിഫോൾട്ട് ആക്കിയിട്ടിട്ടുണ്ട്. ഈ മെയിൽക്ക് നമ്മുടെ ഡെസേർട്ടുകളിലോട്ട് വരുവാണെങ്കിൽ അതൊരു ഗോൾഡൻ ആണ്, എന്നാലും നമ്മൾ എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ G18 നമ്മളത് എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കറക്റ്റ് മഞ്ഞാണ് ഗൈസ്, ഇത് നമ്മൾ എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനൊന്നും നമുക്കങ്ങനെ സ്കിന്നും കാര്യങ്ങളും വരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ മെയിലിലോട്ട് പോവുകയാണ്. നമ്മുടെ പാനിന് ഈ ഒരു വാട്ടർ മിലൻ്റെ പോലത്തെ ഒരു സ്കിന്നല്ലേ ഇത്. നമ്മുടെ പരാങ്ക് നോക്കുവാണെങ്കിൽ പരാങ്കിന് ചെറിയൊരു മഞ്ഞ ഉള്ളതുകൊണ്ട് നമ്മൾ പരാങ്ക് ഇത് എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം പിന്നെ നമ്മൾ കട്ടാനയ്ക്ക് ഈ ഒരു മഞ്ഞയാണ് നമ്മൾ എക്യൂപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സൈത്തന് സ്കിന്നും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഡിഫോൾട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ കട്ടിറാകാൻ നെറൂട്ടയുടെ ഈ ഒരു കത്തി മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് നമ്മൾ ഡിഫോൾട്ട് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഗ്രനേഡിലൊരു മഞ്ഞ നോക്കുവാണെങ്കിൽ ഇവിടെ ഒന്നും മഞ്ഞ കാണുന്നില്ല, ഇവിടെ ഒന്നും മഞ്ഞ കാണുന്നില്ല ഗൈസ്. ഇതൊരു ചെറിയ മഞ്ഞയാണ് ഗൈസ്, നമുക്ക് വേറെ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ആ മഞ്ഞ തന്നെ യൂസ് ചെയ്യാം ഗൈസ്. വേറെ മഞ്ഞയൊന്നുമില്ല, അപ്പോൾ നമുക്ക് മറ്റേ ആ മഞ്ഞ തന്നെ യൂസ് ചെയ്യാം ഗൈസ്. ഈ ഒരു മഞ്ഞയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. നമ്മൾ ഗ്ലൂ വാളിൽ ഗൈസ് ഓക്കെ, നമ്മൾ 7th ആനിവേഴ്സറിയുടെ ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ട്, അത് ഒരു മഞ്ഞയായിട്ട് തോന്നിക്കുന്നു ഗൈസ്. പിന്നെ ഈ കണ്ണൊന്നും നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത കണ്ണാണ്, പിന്നെ ഇതിനൊരു സ്കിന്നുള്ളതുകൊണ്ട് നമ്മൾ ഡിഫോൾട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിനി ഒരു ലോങ് വൂൾഫ് കളിച്ച് നോക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് മറ്റേ നമ്മുടെ UMP കയ്യിൽ പിടിക്കാം, അല്ലെങ്കിൽ വേണ്ട ഇത് തന്നെ കയ്യിൽ പിടിക്കാം. ഇത് അത്യാവശ്യം ഗൈസ് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഡ്രസ്സ് കോംബോ ഗൈസ്. അപ്പോൾ നമ്മളിനി ഒരു ലോങ് വൂൾഫ് കളിച്ച് നോക്കാനായിട്ട് പോവാണ്. ഗൈസ് എല്ലാവരും നമ്മുടെ ചാനൽ മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്ക് ഇപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും അങ്ങനെ കിട്ടുന്നില്ല ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വുഡ് പെക്കറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. 1 ടാപ്പൊക്കെ അടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ഗൈസ്. ഗൈസ് എനിമീനെ ഗൈസ് അവനെ കാണുന്നില്ല ഗൈസ്. അവനെ കണ്ടു ഗൈസ്. 1 ടാപ്പൊക്കെ അടിക്കാനായിട്ട് നോക്കി ഗൈസ്, അവനെ കിട്ടുന്നില്ല, ഹൈഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇപ്പുറത്തൂടെ പോയിട്ടുണ്ട് ഗൈസ്, നമ്മൾ അവനെ കണ്ടു ഗൈസ്. ഓക്കെ ഗൈസ്, ഒരു 1 ടാപ്പും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട്. അടുത്ത റൗണ്ട് നമുക്ക് 1 ടാപ്പ് അടിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഈ റൗണ്ടാണെങ്കിൽ നമ്മൾ M8 ഒക്കെ, അവൻ M8 എടുത്താണ് അറിയുന്നത്, 1 ടാപ്പ് പ്ലെയറാണെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് നമുക്ക് നല്ല ഡാമേജ് വന്നിട്ടുണ്ട്, നമ്മളൊരു ഗ്ലൂ വാളിട്ട് മെഴുക്കിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മൾ ഗ്ലൂ വാളും കാര്യങ്ങളും പൊട്ടിച്ചു ഗൈസ്. ആ കൊങ്ങിനിട്ട് പതുക്കെ നൈസായിട്ട് അടിക്കാനുള്ളൊരു മൈൻഡാണ് ഗൈസ്. ഗൈസ് നമ്മൾ ചെറിയ ഡാമേജൊക്കെ കൊടുത്തു, പിന്നെ ഡസേർട്ട് എടുത്തൊരു അടി കൊടുത്തു, പിന്നെ നമുക്ക് നല്ല ഡാമേജ് വന്നു. നമ്മളൊരു ഗ്ലൂ വാൾ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഗൈസ് നമ്മൾ വേണം ചാടി ചെറിയ റെഡ് നമ്പറൊക്കെ കയറ്റിയിട്ടുണ്ട്. അതിലപ്പോൾ നമ്മളിപ്പോൾ 2 റൗണ്ട് ജയിച്ചിരിക്കുകയാണ്. ഈ തവണ നമുക്ക് അവനെ M8 വെച്ച് അടിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഗൈസ് അവനെ കാണുന്നില്ല ഗൈസ്, ഇപ്പം മാക്സിമം ഹൈഡ് ചെയ്താണ് കളിക്കുന്നത് ഗൈസ്. നമുക്ക് നല്ല ഡാമേജ് വന്നു ഗൈസ്. അവൻ മാക്സിമം വലിഞ്ഞാണ് ഗൈസ് അവൻ കളിക്കുന്നത് ഗൈസ്. നമ്മൾ M8 വെച്ച് ഒരടി കൊടുത്തു, 2 അടി നമ്മൾ കുത്തി പിടിച്ച് അവൻ ഈ റൗണ്ട് നമ്മൾ കൊന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ 3 റൗണ്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് 2 റൗണ്ടും കൂടെ മതി. നമ്മളാണെങ്കിൽ M2B എടുത്തിട്ടുണ്ട്
ഗൈസ് നമ്മളവനെ ഇവിടുന്ന് സ്കോപ്പ് ചെയ്യണം. അവനെ കാണുന്നില്ല. അവനെ അതിൻ്റെ പിന്നെ ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. തല പുറത്തിട്ട് അടിയാണ് ഗൈസ് അവന്. ഗൈസ് അവൻ കാണുന്നത് അവൻ ഇതുവഴി വരാനായിട്ട് നിൽക്കുകയാണ് ഗൈസ്. ഗൈസ് നമ്മൾ 123 കൊടുത്തു. നമുക്കും ഡാമേജ് കിട്ടി. നമ്മൾ ഗ്ലൂ വാളിട്ട് നൈസായിട്ട് ഇങ്ങോട്ട് ചാടി ഗൈസ്. നമ്മളവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി പൂക്കൊന്ന് ഇവിടെ ഇട്ടിട്ട് നമ്മൾ ചെറിയ മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ നമുക്ക് നൈസായിട്ട് കാണുന്നില്ല. നമ്മളിവിടെ നിന്ന് മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് നൈസായിട്ട് അവൻ്റെ അടുത്തോട്ട് പോകാനുള്ള വേണ്ടിയാണ് ഗൈസ്. ഇവനെ നമുക്ക് കാണുന്നില്ല ഗൈസ്. ഗൈസ് അവൻ അതിൻ്റെ പിന്നിൽ ഹൈഡ് ചെയ്ത് നിൽപ്പുണ്ട്. നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് അടിക്കാനുള്ള ഒരിതാണ് ഗൈസ്. അവൻ ടെക്സ്വാനെടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ ഡാമേജ് കൊടുത്തു. നമുക്കും ഡാമേജ് കിട്ടി. നമ്മളിവിടെ നിന്ന് ഗ്ലൂ വാളിട്ട് നിൽക്കണം. അവനവിടെ സ്കോപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ അടിക്കാൻ വേണ്ടി. അവൻ വീണ്ടും ടെക്സ്വാനിട്ട് നമുക്ക് ഡാമേജ് തന്നിട്ടുണ്ട് ഗൈസ്. നമ്മളവന് ചെറിയൊരു അടി കൊടുത്ത് അവനങ്ങ് ഈ കളി നമ്മളവനെ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഒരു റൗണ്ടും കൂടെ മതി നമുക്ക് ജയിക്കാനായിട്ട് ഗൈസ്. ഈ റൗണ്ട് അവൻ എടുക്കുമോ? ഗൈസ് ഈ റൗണ്ട് നമ്മളവനെ കാണുന്നില്ല ഗൈസ്. അവൻ അതിൻ്റെ പിന്നിലായിരിക്കും. ലാസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ഹൈഡ് ചെയ്താണ് കളിക്കുന്നത് ഗൈസ്. നമുക്ക് നല്ല ഡാമേജ് വന്നു. അവൻ നമ്മൾ സ്കോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തല പുറത്തിട്ട് അടിയാണ്. കറക്റ്റ് സമയത്താണ് ഗൈസ് അവൻ ഗ്ലൂ വാളിട്ടത്. പക്ഷേ നമുക്ക് ഒരു 74ൻ്റെ ഒരു HP നമ്മളവന് ഗ്ലൂ വാളിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ ഡാമേജ് കൊടുത്തു. അവനെ കാണുന്നില്ല. അപ്പം നമ്മളിവിടുന്ന് നേരെ ഇവിടെ മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമുക്കിനി ഒറ്റ ഒരു റൗണ്ടും കൂടെ മതി. അവനെ കാണുവാൻ നമുക്ക് റെഡി അടിക്കാൻ പറ്റും. ഗൈസ് അവൻ അവിടെ ഉണ്ട്. അവൻ അതിൽ കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ കയറാൻ നോക്കുകയാണ് ഗൈസ്. ഗൈസ് അവൻ അതിൻ്റെ മുകളിലുണ്ടെന്നാണ് തോന്നുന്നത്. ഗൈസ് നമ്മളൊരു ഹെഡ് ഷോട്ട് അങ്ങ് കൊടുത്ത് അവൻ നമ്മളെന്തായാലും നൈസായിട്ട് കളി ബുയി അടിച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ് നമ്മളവനെ തീർത്തിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോയും കാര്യങ്ങളും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അടുത്തത് ഏത് ചാലഞ്ചാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ പറയുന്ന ചാലഞ്ചെല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. പിന്നെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം.